എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി നോക്കി പറഞ്ഞു തരുന്ന എനിക്ക്. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. വിവാഹ തടസ്സം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. തിരുമേനി ഒത്തിരി വഴിപാടുകളൊക്കെ നടന്നു, പക്ഷേ വിവാഹം വരുന്നില്ല. നമ്മൾ വിവാഹം വരാൻ വേണ്ടി ഏറ്റവും എളുപ്പ വഴി നവഗ്രഹ അർച്ചന തന്നെയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാട്രിമോണി അല്ലാതെ ബ്ലൂ റോയൽ ഓഫീസിലൊക്കെ ചെന്ന് നമ്മൾ കാര്യം പറയുക. പിന്നെ നമ്മുടെ പരിചയമുള്ള ആൾക്കാരുടെയൊക്കെ ഒന്ന് പറയുക. ദോഷം മാറുന്നതനുസരിച്ച് നമുക്ക് ആലോചനകൾ എന്തായാലും തീർച്ചയായിട്ടും വരും. നമ്മൾ ഏത് ഈശ്വരനെയാണോ വിളിക്കുന്ന ആ ഒരു ഈശ്വര ചൈതന്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വിവാഹ തടസ്സം മാറി മംഗല്യം തീർച്ചയായിട്ടും വരുന്നതാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിയും വഴിപാടിനെക്കാട്ടിയും കൂടുതൽ ഫലം കിട്ടുന്ന വഴിപാടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് വിവാഹപരമായിട്ട്. സാധാരണ വിവാഹത്തിൻ്റെ കാര്യത്തിന് നമ്മൾ കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് സ്വയംവരമാണ്. അപ്പം ഈ സ്വയംവരം നടത്തി മടുത്തവരും നിലവിൽ വിവാഹാലോചനകൾ ഒട്ടും വരാതെയും അതേപോലെ തന്നെ ആലോചനകൾ വരാനും വിവാഹപരമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഉള്ള വഴിപാടാണ് ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന ഭക്തജനങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പൈസ മുടക്കി വലിയ പൂജകളോ വഴിപാടുകളോ ചെയ്താൽ നമ്മുടെ വിവാഹം നടക്കില്ല. നമ്മുടെ മക്കൾ തിരിച്ചൊരു കാര്യം ചോദിക്കുവാണ്, അമ്മ ഇത്രയും കാലമായി എല്ലാ അമ്പലങ്ങളിലൊക്കെ പോയി വഴിപാട് നടത്തി, പക്ഷേ എൻ്റെ വിവാഹം ഇതുവരെ ആയില്ല. 30, 35, 36 വയസ്സ് വരെയായി. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമുണ്ട്. പിന്നെ നമ്മൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ സാമ്പത്തികമൊക്കെ നോക്കി വേണം നമ്മൾ വഴിപാട് ചെയ്യാൻ. ഭൂരിഭാഗം ആൾക്കാരും ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ ഒരു കാര്യം എല്ലാ വീഡിയോയിലൂടെയും പറയുന്നതാണ്. അപ്പം ചെറിയ രീതിയിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാം. ആദ്യമായിട്ട് വിവാഹ തടസ്സം മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ആദ്യം ഒന്നുകൂടെ പറയാണ്, നവഗ്രഹം തന്നെയാണ്. നവഗ്രഹ ക്ഷേത്രമുള്ളവർ നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, അതായത് ചിലവർക്ക് വിവാഹം പെട്ടെന്ന് വരുന്നുണ്ട്, പക്ഷെ അത് ഉറയ്ക്കുന്നില്ല. ചിലവർക്ക് ഒട്ടും വരുന്നില്ല. അതേപോലെ തന്നെ അന്വേഷിക്കുമ്പം ഒട്ടും വരുന്നില്ല. എന്താണെന്നറിയത്തില്ല. ഭയങ്കരമായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന വിവാഹത്തിന് നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ, സുബ്രഹ്മണ്യ സ്വാമി വീണ്ടും തുണയാകും. അതായത് ഭഗവാന്റെ അടുത്ത് ചെല്ലുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ട് കുറച്ച് മുല്ലപ്പൊട്ട്, അതായത് മുല്ല മാല മേടിച്ചിട്ട് നമ്മളത് ചെറിയതായിട്ട് അടർത്തിയെടുത്താൽ മതി. അടർത്തിയെടുത്തിട്ട് സുബ്രഹ്മണ്യ മഹാമാലാമന്ത്ര അർച്ചന ചെയ്യുക, തടസ്സം നീങ്ങാൻ വേണ്ടി. അപ്പം ഇത് തിരുമേനിയുടെ ഒന്ന് പ്രത്യേകം പറയണം, വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ദിവ്യശക്തിയുള്ള സുബ്രഹ്മണ്യ മഹാമാലാമന്ത്ര മുല്ലപ്പ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വശ്യം കൂടുതലുണ്ടാകും. വശ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ വശ്യം കിട്ടുന്നത് സുബ്രഹ്മണ്യൻ നിന്നാണ്. ദൈവസേനാപതിയാണ്. അപ്പോൾ ഭഗവാൻ ഏറെ ഇഷ്ടമുള്ള ഒരു പുഷ്പം കൂടെയാണ് മുല്ലപ്പൂ. ഇഷ്ടമാണ്. അതേപോലെ തന്നെ ചുമന്ന കളറിലെ റോസ. അപ്പോൾ നമുക്ക് സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചന ഈ റോസാപ്പൂവും കൊണ്ടും ചെയ്യാം. ചുമന്ന, അതായത് നമ്മളെ ഈ കറക്റ്റായിട്ട് റെഡ് കളറിലെ റോസ കിട്ടും. ബട്ടൺ റോസ് എന്നൊക്കെയാണ് ഇവിടെ പൂക്കടയിലൊക്കെ പറയുന്നത്. ആ റോസ കുറച്ച് ആക്കിയിട്ട്, ഇല്ലെങ്കിൽ മുല്ലപ്പൂ കൊണ്ട്, ഈ 2 പുഷ്പം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചൊവ്വാഴ്ച ദിവസമോ ജോലിയുള്ള ഭക്തജനങ്ങളെ ഞായറാഴ്ച ദിവസം ഈ വഴിപാട് ചെയ്താൽ മതി. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കണ്ട് തിരുമേനെ കണ്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞ് വേണം ഇത് ജയിക്കാം. സുബ്രഹ്മണ്യ മഹാമാലാമന്ത്ര അർച്ചന. ഈ അർച്ചനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ചെയ്ത് നമ്മൾ പ്രസാദം മേടിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു അർച്ചനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എങ്കിൽ മാത്രമേ നമുക്കൊരു ഫലം കിട്ടത്തുള്ളൂ. നമ്മൾ 7 ആഴ്ച അവിടെ ബുക്ക് ചെയ്തിട്ട് പോയിട്ട് ശരിയാകത്തില്ല. സുബ്രഹ്മണ്യ മഹാമാലാമന്ത്ര അർച്ചന നമ്മളിവിടെ തിരുമേനിയോട് വിവാഹപരമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളാണ്, ഒരു ആലോചന പോലും വരുന്നില്ല. ഞാൻ ഇഷ്ടംപോലെ സ്ഥലത്ത് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ശാന്തിയോട് കൃത്യമായി പറഞ്ഞ് സുബ്രഹ്മണ്യ മഹാമാലാമന്ത്ര അർച്ചന ചെയ്യുക. മാലാമന്ത്രം എന്ന് പറയുന്നത് ആ മന്ത്രം മാല പോലെ വലിയൊരു മന്ത്രമാണ്. ശത്രുദോഷം മാറിക്കിട്ടും. അതായത് കർമ്മത്തിലുള്ള തടസ്സങ്ങൾ, ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കും. നവഗ്രഹ അർച്ചന പോലെ തന്നെ ഒരു പ്രാധാന്യമുള്ള ഒരു അർച്ചനയും കൂടെയാണ് സുബ്രഹ്മണ്യ മഹാമാലാമന്ത്ര അർച്ചന. ഈ ഒരു അർച്ചന ചെയ്യുമ്പോഴത്തേക്ക് വിവാഹപരമായി ബന്ധപ്പെട്ട് എല്ലാ തടസ്സങ്ങളും നമുക്ക് നീങ്ങി തരുന്നതായിരിക്കും. ഈ ഒരു സുബ്രഹ്മണ്യ മഹാമാലാമന്ത്ര അർച്ചന ഒരു 3 ആഴ്ച നമ്മുടെ പേർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിലവിൽ നമ്മൾ കണ്ട ബ്രോക്കർമാരോടൊക്കെ അവർ നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് വിളിക്കും. ഇന്ന കണക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു പയ്യനുണ്ടെന്ന് വിളിച്ച് പറയും. അപ്പോൾ അത്രയും ഒരു അത്ഭുത ശക്തിയുള്ള ഒരു അർച്ചനയാണ് സുബ്രഹ്മണ്യ മഹാമാലാമന്ത്ര അർച്ചന. ഇത് ചൊവ്വാഴ്ചയോ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഈ പറയുന്ന വഴിപാടുകളൊക്കെ ഞായറാഴ്ച ചെയ്താൽ മതി. അപ്പോൾ വിവാഹപരമായി ബന്ധപ്പെട്ട് തടസ്സം മാറാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് മാലാമന്ത്ര അർച്ചന ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചുമന്ന കളറിലെ പൂക്കൾ കൊണ്ടോ വെള്ളപ്പൂക്കൾ കൊണ്ട് ചെയ്യുക.
കഴിവതും മുല്ലപ്പൂവും റോസാപ്പൂവും ഒക്കെ കിട്ടിയില്ലെങ്കിൽ ചെത്തി ഉപയോഗിക്കാം. ചില നാട്ടിലൊക്കെ കിട്ടാറില്ല പൂക്കൾ, അതുകൊണ്ട് ചെത്തിപ്പൂ ഉപയോഗിച്ച് ചെയ്യാം. അഥവാ മുല്ലപ്പൂ റോസാപ്പൂ കൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ഇതുവരെ വിവാഹമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരാം. ഏത് പാവഗ്രഹമാണ് തടസ്സം നിൽക്കുന്ന ആ ഒരു ഗ്രഹത്തിന് ഞാൻ പരിഹാരം പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, 100% വിവാഹം മുടക്കുന്നത് ജ്യോത്സ്യന്മാരാണ്. പരസ്പരം ഇഷ്ടപ്പെട്ടെങ്കിൽ വിവാഹം നടത്തുക. വിവാഹത്തിൻ്റെ പേരിൽ ഉള്ള ജ്യോത്സ്യന്മാർക്കും തിരുമേനിമാർക്കും കൂടുതൽ പൈസകളൊന്നും കൊണ്ട് കൊടുക്കാതിരിക്കുക. ചെറിയ ചെറിയ പൂജകളും കാര്യങ്ങളും ചെയ്യുക. ആരും പറ്റിക്കപ്പെടാതിരിക്കുക. അത് പ്രത്യേകം വളരെയധികം ശ്രദ്ധിക്കുക.